എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് SSLC പരീക്ഷ നടക്കുമ്പോൾ ബെഞ്ചിൽ മുഹമ്മദ് ഷഹബാസ് മാത്രം പരീക്ഷ എഴുതാനുണ്ടാവില്ല. 10 ക്ലാസ്സിലെ പിറകിലെ ബെഞ്ചിലാണ് ഷഹബാസിന് ഇരിക്കാനുള്ള റോൾ നമ്പർ എഴുതിയിരിക്കുന്നത്. വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഉറ്റ സുഹൃത്തുക്കളും ഇതുവരെ മോചിതരായിട്ടില്ല. ഇന്ന് SSLC പരീക്ഷയാണ്. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ഇന്ന് ക്ലാസ് മുറികളിലെത്തും. പക്ഷേ അക്കൂട്ടത്തിൽ അവരുടെ കൂട്ടുകാരൻ മുഹമ്മദ് ഷഹബാസ് മാത്രം ഉണ്ടാകില്ലെന്ന് മാത്രം. താമരശ്ശേരിയിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിൻ്റെ 10M ക്ലാസ്സാണിത്. ഒരു വർഷക്കാലം ഏറെ സന്തോഷത്തോടെ സൗഹൃദത്തോടെയാണ് ഷഹബാസ് ഇവിടം കഴിഞ്ഞുപോയത്. മാതൃകാ പരീക്ഷ കഴിഞ്ഞ് പൊതുപരീക്ഷയ്ക്ക് കാത്തുനിൽക്കാതെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ണീരണിയിച്ച് ഷഹബാസ് 6 അടി മണ്ണിലേക്ക് യാത്ര പോയതല്ലേ. 10M എന്ന ക്ലാസ് മുറി അവൻ്റെ ശബ്ദങ്ങൾ എത്രയോ തവണ കാതോർത്തിട്ടുണ്ടാവില്ലേ. ഇനി ആ ശബ്ദവും കൂട്ടുമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവനെ പ്രിയം വെച്ചവർക്ക് നോവുമെന്നതും ഉറപ്പല്ലേ. SSLC പരീക്ഷയുടെ റോൾ നമ്പറൊക്കെ അധ്യാപകർ നേരത്തെ തന്നെ ക്ലാസ് മുറികളിൽ എഴുതി വച്ചിട്ടുണ്ട്. 62-83-07 എന്ന് എഴുതി വച്ചിരിക്കുന്ന ഇവിടെയാണ് മുഹമ്മദ് ഷഹബാസിരുന്ന് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അറബിക്കാണ് ഷഹബാസിനിന്ന് പരീക്ഷ. പക്ഷേ ഷഹബാസ് മാത്രം പരീക്ഷ എഴുതാൻ ഈ ക്ലാസ്സിലില്ല. വിയോഗത്തിന് പിന്നാലെ പുഞ്ചിരി നഷ്ടപ്പെട്ട കുട്ടികളെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ സ്കൂളിലെ അധ്യാപകർ. നമ്മുടെ ടീച്ചേഴ്സ് ചില ഗ്രൂപ്പുകളായിട്ട് കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് PTA മീറ്റിങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ക്ലാസ്സുകളിലും. അങ്ങനെ കുട്ടികളെ പരീക്ഷ ഏറ്റവും നല്ല രൂപത്തിൽ എഴുതാൻ വേണ്ടി ഈ പ്രയാസം അവരെ അലട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂള് അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൻ്റെ വീട്ടുകാരെ ചേർത്തു പിടിക്കണമെന്നതും ഭാവി സുരക്ഷിതമാക്കണമെന്നതും വലിയ സ്വപ്നമായി കൊണ്ടുനടന്ന മകനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ഷഹബാസിൻ്റെ ഉപ്പ ഉള്ളുലച്ച വേദനയോടെയാണ് പറയുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് കൊണ്ടും എൻ്റെ മാമന്മാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് പഠിക്കണം, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായിട്ട് കുറഞ്ഞ ഒരു പഠനം കൊണ്ടൊരു ജോലി വേണം എന്നുള്ളൊരു പലതവണ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ നെഞ്ചാകം. എൻ്റെ ഭാര്യ വളരെയേറെ നോർമലായിട്ടില്ല. ഷഹബാസിന്റെ നല്ല ഓർമ്മകളെ ഹൃദയത്തിൽ ചേർത്തു വെച്ച് തന്നെ കൂട്ടുകാർ പരീക്ഷ എഴുതും. അവരുടെ വിജയമാകട്ടെ ഷഹബാസിന്റെയും വിജയം. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.